CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെന്റർ ഫോർ ഹാർട്ട് സയൻസസ് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. എൽബോ എക്യുപ്മെന്റ് സന്ദർശിക്കൂ. വ്യത്യസ്തമായ ഒരു ഷോപ്പിംഗ് അനുഭവിച്ചറിയൂ. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോൺഗ്രസ് നേതാവ് കെ സുധാകരനെ ഡിവൈഎഫ്ഐ തടഞ്ഞുവച്ചു. സംഭവം നെഹ്റു ഗ്രൂപ്പ് പ്രതിനിധികളുമൊത്ത് മർദ്ദനക്കേസ് ഒത്തുതീർപ്പാക്കാൻ എത്തിയപ്പോൾ സുധാകരനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ SFI പ്രവർത്തകർ ചെർപ്പുളശ്ശേരി ടൗണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി UN നടത്തിവരുന്ന സമരങ്ങളുടെ ഭാഗമായി പെരിന്തൽമണ്ണയിൽ അനിശ്ചിതകാല സമരം 7ാം ദിവസം പിന്നിട്ടു. പെരിന്തൽമണ്ണ മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്താണ് സ്വകാര്യ ആശുപത്രി നഴ്സുമാർ അനിശ്ചിതകാല സമരം നടത്തുന്നത്. കൊതുകുകളുടെ ആവാസകേന്ദ്രമായി മാറിയ പെരിന്തൽമണ്ണയിലെ തൊണ്ടി വാഹന ശേഖരങ്ങൾ 6 മാസത്തിനുള്ളിൽ നീക്കം ചെയ്യാൻ നിർദ്ദേശം. പെരിന്തൽമണ്ണയിൽ കൂട്ടിയിട്ട തൊണ്ടി വാഹനങ്ങളുടെ വാർത്ത CCN ന്യൂസ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് നടപടി. ഒറ്റപ്പാലം നഗരത്തിലെ ഇതര സംസ്ഥാന തൊഴിലാളി ക്യാമ്പുകൾക്കെതിരെ നഗരസഭയുടെ നടപടി. തൊഴിലാളികളിൽ മാരകരോഗ ലക്ഷണങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സൗകര്യങ്ങളില്ലാത്ത കുടിലുകൾ പൊളിച്ചു നീക്കി തുടങ്ങിയത്. കോൺഗ്രസ് നേതാവ് കെ സുധാകരനെ ഡിവൈഎഫ്ഐ തടഞ്ഞുവച്ചു. നെഹ്റു ഗ്രൂപ്പ് പ്രതിനിധികളുമായി മർദ്ദനക്കേസ് ഒത്തുതീർപ്പാക്കാൻ എത്തിയപ്പോഴാണ് പ്രവർത്തകർ തടഞ്ഞത്. ഇരുഭാഗത്തിന്റെയും ആവശ്യമനുസരിച്ചാണ് ചർച്ചയ്ക്കെത്തിയതെന്ന് സുധാകരൻ പറഞ്ഞു. അവര് പുറത്തേക്ക് വരട്ടെ. അങ്ങനെ ആളുകൾ ഉണ്ടെങ്കിൽ എന്താ പുറത്തേക്ക് വരാം? അവര് സൗഹൃദ സംഭാഷണത്തിന് വേണ്ടി വന്നാണെങ്കിൽ അവര് പുറത്തേക്ക് വരട്ടെ, കുഴപ്പമില്ലല്ലോ. ഇവിടെ നേരത്തെ ഈ മധ്യസ്ഥയ്ക്ക് വന്ന ആളുകൾ പുറത്തേക്ക് പോന്നിരുന്നു. അവരായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോഴും അവര് പറഞ്ഞത് അതിന്റെ ഉള്ളിൽ ഉണ്ടെന്നാണ്. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ P. കൃഷ്ണദാസിനെതിരെയുള്ള മർദ്ദനക്കേസ് ഒത്തുതീർക്കാൻ രഹസ്യയോഗം നടന്നെന്നാരോപിച്ച് ചെർപ്പുളശ്ശേരിക്ക് സമീപത്തെ വീട്ടിൽ കോൺഗ്രസ് നേതാവ് കെ സുധാകരനെയും നെഹ്റു ഗ്രൂപ്പ് മാനേജ്മെന്റ് പ്രതിനിധികളെയും ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞുവച്ചിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം പുറത്തുവന്ന സുധാകരനും നെഹ്റു ഗ്രൂപ്പ് അധികൃതരും രാത്രി 10 ശേഷം പോലീസ് സംരക്ഷണത്തിലാണ് മടങ്ങിയത്. പാമ്പാടി നെഹ്റു കോളേജ് വിദ്യാർത്ഥിയായ ചെർപ്പുളശ്ശേരി സ്വദേശി ഷാഹിർ ഷൌക്കത്ത് അലിയെ മർദ്ദിച്ചെന്ന പരാതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കോളേജ് ചെയർമാൻ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസ് ഒത്തുതീർക്കാൻ രഹസ്യയോഗം നടത്തുന്നെന്നാണ് CPM ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആരോപിച്ചത്. അന്യായമായിട്ടുള്ള ചെർപ്പുളശ്ശേരിയില് ഒരു ഗൂഢാലോചന നടക്കുകയാണ്. നെഹ്റു കോളേജിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരും അതുപോലെ തന്നെ കണ്ണൂരിലെ മുൻ MP ആയ കോൺഗ്രസിന്റെ നേതാവുമായിട്ടുള്ള സുധാകരന്റെ നേതൃത്വത്തില് ഇവിടെ നെഹ്റു കോളേജിൽ അന്യായമായി നടന്ന വിദ്യാർത്ഥികൾക്കെതിരായിട്ട് നടക്കുന്ന ആ കേസ് കൊടുത്ത വിദ്യാർത്ഥിയെ സ്വാധീനിച്ചുകൊണ്ട് കേസ് അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയാണ് ഇവിടെ നടക്കുന്നത്. പോലീസ് അതിന് കൂട്ടുനിൽക്കരുത്. ഞങ്ങൾ അതിന് ശക്തമായിക്കൊണ്ട് തന്നെ എതിർക്കും. അതുകൊണ്ട് തന്നെ അതിന് കൂട്ടുനിൽക്കാൻ പാടില്ല. അതിന് വന്ന അവർക്കെതിരായിട്ട് സുധാകരനെ കൂടാതെ നെഹ്റു ഗ്രൂപ്പ് മാനേജ്മെന്റ് പ്രതിനിധികളും തിരുവില്ലാമലയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവും ചർച്ചയ്ക്കായി ചെർപ്പുളശ്ശേരിയിലെ വ്യാപാരിയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നതായും പോലീസ് പറഞ്ഞു. വിദ്യാർത്ഥിയുടെ ബന്ധുക്കളും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തതായി പറയപ്പെടുന്നു. 6 മണിയോടെയാണ് പാർട്ടി പ്രവർത്തകർ വീട് വളഞ്ഞത്. സ്ഥലത്ത് നേരിയ സംഘർഷാവസ്ഥ ഉണ്ടായി. ഇതിനിടെ പുറത്തിറങ്ങിയ കോളേജ് അധികൃതരെ പ്രവർത്തകർ തിരിച്ചയച്ചു. രാത്രി 10ഓടെ പുറത്തെത്തിയ സുധാകരൻ ഇരുവിഭാഗത്തിന്റെയും ആവശ്യമനുസരിച്ച് കേസ് സംബന്ധിച്ച ചർച്ചയ്ക്ക് തന്നെയാണ് താൻ വന്നതെന്ന് വ്യക്തമാക്കി. ഒരു തെറ്റുമില്ല. എനിക്ക് എന്റേതായ കൺസെപ്റ്റ് അതിൻ്റെ അകത്തുണ്ട്. നിങ്ങളുടെ കൺസെപ്റ്റ് ആവണം, എന്റെ കൺസെപ്റ്റ് ഒന്നൊന്നുമില്ല. ന്യായമെന്ന് തോന്നുന്ന ഒരു വസ്തുതക്ക് മുമ്പിൽ ഞാൻ എപ്പോഴും നിൽക്കും. അതിന് എനിക്ക് ആരുടെയും പിന്തുണ വേണ്ട. ഞാനിവിടെ വന്നത് സംസാരിക്കാനാണ്, ചർച്ച നടത്താനാണ്. ചർച്ച നടത്തിയിരിക്കുന്നു. ഞാൻ തിരിച്ചു പോകും. ഇത് ന്യായമാണെന്നാണ് കരുതുന്നത്. തീർത്തും ഒരു വിഷയം തീർക്കാൻ വേണ്ടി മധ്യസ്ഥനാകുന്നതിനകത്ത് അതൊക്കെ അത് അവർക്കില്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് അവരൊക്കെ ചർച്ചക്ക് വന്നല്ലോ. അതിനെ ബന്ധപ്പെട്ട ആളുകൾ 2 വിഭാഗത്തിലാണ് ചർച്ചക്ക് വന്നു. ഞാൻ ഈ വിഷയം ഇതുവരെ നമ്മുടെ മുമ്പിൽ വന്ന വിഷയമല്ല. ഒന്നും വന്നില്ല. ജ്യേഷ്ഠന്റെ വിഷയം മാത്രമേ ചർച്ച വന്നിട്ടുള്ളൂ. ഈ വിഷയം വേറെ സബ്ജക്ട് വിഷയമാണ്. ആ വിഷയത്തിന്റെ അകത്ത് 2 കൂട്ടർക്കും 2 പാർട്ടിക്കും സ്വീകാര്യമാകുന്നതിന് മധ്യസ്ഥനാകുന്നതിന് എന്താ കുഴപ്പം? ഞാൻ അതൊക്കെ നിങ്ങളുടെ ചെയ്യേണ്ട കാര്യമില്ല. 2 പാർട്ടിയുണ്ട്. വ്യക്തികളുടെ പേരൊന്നും പറയേണ്ട കാര്യമില്ല. 2 പാർട്ടിയുണ്ട്. 2 പാർട്ടിയായി ചർച്ച നടത്തിയിട്ടുണ്ട്. ആ ചർച്ച കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പോകുന്നത്. എന്റെ കാഴ്ചപ്പാടും എന്റെ അഭിപ്രായവും നിങ്ങളതിനെ അറിയിച്ചു. മാനമായി അന്തസ്സായി മനസ്സിലായല്ലോ. എനിക്ക് നിങ്ങളെ ചോദിച്ച ഉത്തരം പറയാൻ എനിക്ക് താല്പര്യമില്ല.
എന്നാൽ താൻ പ്രശ്നപരിഹാരത്തിനോ ഒത്തുതീർപ്പിനോ ശ്രമിച്ചിട്ടില്ല എന്ന് ഷാഹിർ പറഞ്ഞു. ഞങ്ങൾ ഒന്നിനും ഏർപ്പെട്ടില്ല. ഞങ്ങളോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സംസാരിക്കാനാ പോയി. ഈ ഒത്തുതീർപ്പ് എന്നുള്ള വാക്ക് അവിടെ ഒത്തുതീർപ്പാണോ എന്ന് പറയാൻ ജസ്റ്റ് ഡിസ്കഷൻ. ചർച്ചയ്ക്ക് നിങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടിരുന്നു ഞങ്ങളായിട്ട് എവിടെയും ഞങ്ങൾ സംഭവം മറ്റേ ഇപ്പോ സുധാകർ സാർ പറഞ്ഞു എന്ത് പറഞ്ഞു നമ്മൾ അപ്പൊ മൂപ്പത്ത് പറഞ്ഞിട്ടുണ്ടാവും. ഞങ്ങളോട് വിളിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറഞ്ഞു ചോദിച്ചോളൂ. ഞങ്ങൾ കാര്യം പറയാൻ പോയി. ഞങ്ങളായിട്ട് സംഭവം ഇത് കോംപ്രമൈസ് ചെയ്യാൻ എവിടെയും പറഞ്ഞിട്ടില്ല. കോംപ്രമൈസിന് ഇത് കോംപ്രമൈസ് അല്ല, ഇതൊരു ചർച്ചയ്ക്ക് വേണ്ടി പോയി ചർച്ച ചെയ്തു. ഞങ്ങൾ കാര്യം പറഞ്ഞു, അവരിത് പറഞ്ഞു തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഷൊർണൂർ ഡിവൈഎസ്പി, ഒറ്റപ്പാലം CI എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തുണ്ടായിരുന്നു. BJP യുവമോർച്ച പ്രവർത്തകരും സ്ഥലത്തെത്തിയിരുന്നു. CCN ന്യൂസ്, ചെർപ്പുളശ്ശേരി. ഒത്തുതീർപ്പ് ചർച്ചയിൽ കോൺഗ്രസ് നേതാവ് K സുധാകരനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് DYFI SFI പ്രവർത്തകർ ചെർപ്പുളശ്ശേരി ടൗണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. നെഹ്റു ഗ്രൂപ്പ് മേധാവിക്കെതിരെയുള്ള കേസ് അട്ടിമറിക്കുവാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുക, ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്ത കോൺഗ്രസ് നേതാവ് K സുധാകരനെതിരെ നിയമ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് SFI DYFI പ്രവർത്തകർ ചെർപ്പുളശ്ശേരി ടൗണിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. പരിപാടി DYFI ജില്ലാ സെക്രട്ടറി പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. കൃഷ്ണദാസിന്റെ സ്വഭാവം, കൃഷ്ണദാസിന്റെ രാഷ്ട്രീയം ഞങ്ങൾ നന്നായി പഠിച്ചവരാണ്. ഒറ്റപ്പാലം NSS കോളേജിൽ KSUവിന്റെ നേതാവായി പ്രവർത്തിച്ചയാളാണ് കൃഷ്ണദാസ്. ഞങ്ങൾ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായി കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു നിലപാട് സ്വീകരിച്ചു എന്നതുകൊണ്ട് അവരെ എതിർചേരിയിൽ നിർത്തുന്നവരല്ല. വ്യത്യസ്തമായ ആശയങ്ങളിൽ, രാഷ്ട്രീയ ധാരകളിൽ പ്രവർത്തിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്താണ്? സുധാകരൻ എന്തിന് ചെർപ്പുളശ്ശേരിയിൽ വന്നു? KPCCയുടെ പ്രസിഡന്റ് സമാധാനം പറയണം. വായിൽ കൊഴക്കട്ടയിട്ട് സംസാരിക്കുന്ന ഈ കേരളത്തിലെ സ്വാശ്രയ മാനേജ്മെന്റുകൾക്ക് എന്നും വിദ്യാഭ്യാസ കച്ചവടക്കാർക്ക് തണലായി നിന്ന് സംസാരിക്കുന്ന AK ആന്റണി ഒരക്ഷരം പ്രതികരിക്കുന്നില്ല. ആന്റണി പറയണം, എന്തിനു വന്നു സുധാകരൻ ഇന്നലെ ചെർപ്പുളശ്ശേരിയിൽ? DYFI ബ്ലോക്ക് സെക്രട്ടറി കൃഷ്ണൻകുട്ടി സ്വാഗതവും DYFI ബ്ലോക്ക് പ്രസിഡന്റ് ഷാഫി അധ്യക്ഷതയും വഹിച്ചു. രാജീവ്, ജിംഷാദ്, മുനീർ, അനന്തൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. CCN ന്യൂസ്, ചെർപ്പുളശ്ശേരി. കൊതുകുകളുടെ ആവാസ കേന്ദ്രമായി മാറിയ പെരിന്തൽമണ്ണയിലെ തൊണ്ടിവാഹന ശേഖരങ്ങൾ 6 മാസത്തിനുള്ളിൽ നീക്കം ചെയ്യാൻ നിർദ്ദേശം. പെരിന്തൽമണ്ണയിൽ കൂട്ടിയിട്ട തൊണ്ടിവാഹനങ്ങളുടെ വാർത്ത CCN ന്യൂസ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് നടപടി. പെരിന്തൽമണ്ണ നഗരത്തിലെ പാതയോരത്ത് കൂട്ടിയിട്ട തൊണ്ടിവാഹനങ്ങൾ ഗുരുതര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് CCN ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വാർത്തയെ തുടർന്നാണ് ജില്ലാ സബ് ജഡ്ജ് രാജൻ കട്ടിൽ ഇക്കാര്യം അറിയിച്ചത്. ഇത്തരം വാഹനങ്ങൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയതായും അടിയന്തര ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം CCN ന്യൂസിനോട് പറഞ്ഞു. പോലീസ് സ്റ്റേഷനുകളിൽ ഉള്ള പിടിക്കപ്പെട്ട വാഹനങ്ങളിൽ ഡെങ്കു അങ്ങനെയുള്ള കൊതുക് ബ്രീഡിംഗ് കേന്ദ്രങ്ങളായിട്ട് കാണുകയാണ്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ വേങ്ങര, കുറ്റിപ്പുറം, മൊറയൂര്, മങ്കട പോലീസ് സ്റ്റേഷൻ ഇവിടെയൊക്കെ നമ്മൾ പോയി പരിശോധിച്ചു. ഒരുപാട് വണ്ടികൾ
പിന്നെ മേലക്ക് കയറ്റി വെച്ചിരിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ സ്ഥലമില്ല. വാഹനങ്ങൾ ഇട്ടിരിക്കുന്നത് വഴിയുടെ സൈഡുകളിലാണ്. ഒരുപാട് വാഹനങ്ങൾ അങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നു. അത് തന്നെ ബ്രീഡിംഗ് കേന്ദ്രങ്ങളാവുന്നുണ്ട്. അപ്പോൾ ആ ഇഷ്യൂ ടേക്കപ്പ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയപ്പോൾ ഈ 2 സബ് കളക്ടേഴ്സിൻ്റെ കീഴിൽ തിരൂർ സബ് കളക്ടറും പെരിന്തൽമണ്ണ സബ് കളക്ടറും ഇതിന് ഡിസ്പോസ് ചെയ്യാൻ വേണ്ട നടപടികളിലേക്ക് നീങ്ങിയിരിക്കുന്നു. വിവിധ കേസുകളിൽ പിടിക്കപ്പെട്ട വാഹനങ്ങൾ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുവാൻ കാരണമാകുന്നുണ്ടെന്ന സാഹചര്യത്തിലും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും കണ്ടെത്തിയതിൽ പെരിന്തൽമണ്ണ തിരൂർ സബ് കളക്ടർമാർ നടപടി ആരംഭിച്ചതായും ഇതിനായി വാഹനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കി വാഹന ഉടമകളെ പരസ്യങ്ങളിലൂടെ അറിയിച്ച് പൂർണ്ണമായും നശിച്ച വാഹനങ്ങൾ 6 മാസത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കുമെന്നും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സെക്രട്ടറിയും സബ് ജഡ്ജുമായ രാജൻ തട്ടിൽ പറഞ്ഞു. പിന്നെ വാഹനങ്ങളിലെ സ്ക്രാപ്പ് അതാത് സ്ഥലത്ത് ആ ലോട്ട് ഇരിക്കുന്ന സ്ഥലത്ത് വെച്ച് ഓപ്ഷൻ നടത്തുകയും ആ ലോട്ട് ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ അതിനെ സ്ക്രാപ്പാക്കുകയും പിന്നെ തീരെ സമയം പാഴാക്കാതെ ഈ സ്ക്രാപ്പുകൾ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ സാധിക്കും. അപ്പം എൻ്റെ ഒരു കണക്കൂട്ടൽ ഒരു 6 മാസത്തിനുള്ളിൽ മലപ്പുറം ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും വാഹനങ്ങളിൽ ഡിസ്പോസൽ ആരംഭിക്കും. ഡിസ്പോസൽ ആരംഭിച്ചാൽ വിത്തിൻ 1 other 6 months നമുക്ക് കംപ്ലീറ്റ് വാഹനങ്ങൾ ഡിസ്പോസ് ചെയ്ത് അവസാനിപ്പിക്കാം. CCA ന്യൂസ് പെരിന്തൽമണ്ണ. ഒറ്റപ്പാലം നഗരത്തിലെ ഇതര സംസ്ഥാന തൊഴിലാളി ക്യാമ്പുകൾക്കെതിരെ നഗരസഭയുടെ നടപടി. തൊഴിലാളികളിൽ മാരകരോഗ ലക്ഷണങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സൗകര്യങ്ങളില്ലാത്ത കുടിലുകൾ പൊളിച്ചു നീക്കി തുടങ്ങിയത്. മായന്നൂർ പാലത്തിന് താഴെ റെയിൽവേ ലൈനിനോട് ചേർന്ന് ചോർന്നൊലിക്കുന്ന കുടിലുകളാണ് പൊളിച്ചു നീക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തോളമായി നഗരസഭ രേഖാമൂലം നൽകിയ നിർദ്ദേശങ്ങൾ സ്ഥലമുടമകൾ അവഗണിച്ച സാഹചര്യത്തിലാണ് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേരിട്ടുള്ള നടപടി. 2 ദിവസത്തിനകം നടപടികൾ പൂർത്തിയാകും. ശുചിമുറികൾ പോലുമില്ലാത്ത 100 കണക്കിന് കുടിലുകളിൽ 1000-ഓളം തൊഴിലാളികളാണ് തിങ്ങിപ്പാർത്തിരുന്നത്. ഇവരിൽ ചിലരിൽ കുഷ്ഠവും എയ്ഡ്സും ഡെങ്കിപ്പനിയും ഉൾപ്പെടെ മാരകമായ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യം കൂടി മുൻനിർത്തിയാണ് പൊളിച്ചു നീക്കൽ നടപടി. പക്ഷെ കുറേ കഴിഞ്ഞ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇതുപോലെയുള്ള ശുചിത്വമില്ലാത്ത ഇതുപോലെയുള്ള ഷെഡുകൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ സ്ഥലവാസികൾക്ക് ഇതിൻ്റെ സ്ഥലം ഉടമകൾക്ക് നഗരസഭ നോട്ടീസ് നൽകുകയും ആ നോട്ടീസ് നൽകിയിട്ട് 2 വർഷമായിട്ടും ഇത് പൊളിച്ചു നീക്കാൻ തയ്യാറല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭ കൗൺസിൽ കൂടി റെസൊല്യൂഷൻ പാസ്സാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളിലെ മാരക രോഗങ്ങൾ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവരെ ഈ ഷെഡുകളെല്ലാം പൊളിച്ച് നീക്കം ചെയ്ത് ഇവിടുന്ന് മാറ്റി പാർപ്പിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തണമെന്ന് ഇവരുടെ സ്ഥലനിവാസികൾക്ക് പോലും നമ്മൾ ഡയറക്ഷൻ നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുടിലുകൾ പൊളിക്കുന്നത്. CCA ന്യൂസ് ഒറ്റപ്പാലം. ഇടവേള.